യഥാർത്ഥത്തിൽ ചെമ്പന്തൊട്ടിയിൽ ഇന്നലെ സംഭവിച്ചത് എന്താണ്? പച്ചയായ ക്രൈസ്തവ അവഹേളനം ഇന്ന് ഷെക്കേന ടി വി നിങ്ങളുമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെമ്പന്തൊട്ടി ഇടവക ഫൊറോന വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. പക്ഷേ ഒരു അധ്യാപനടക്കം കുറച്ച് കുട്ടികൾ മഠത്തിൽ ചെല്ലുകയുണ്ടായി. മഠത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു, അവർക്ക് നിസ്കരിക്കണം അവിടെ നിന്ന് ആവശ്യപ്പെട്ട് ആൾക്കാർ വന്ന് അവരോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവരത് പറ്റത്തില്ല, മഠത്തിൽ അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനമാണ്, അവിടെ ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞെങ്കിലും ആദ്യം അവർ പോകാനായിട്ട് കൂട്ടാക്കിയില്ല. ആ സമയത്ത് മഠത്തിലെ ജൂനിയർ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുമ്പസാരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉറവ ഞങ്ങൾ കുമ്പസാരക്കൂട്ടി തന്നെ സൂക്ഷിക്കുക സാധാരണ പതിവ്. അപ്പോൾ അതനുസരിച്ച് അവിടെ സൂക്ഷിച്ചിരുന്ന ഊറാറ അത് മിനിഞ്ഞാന്ന് വൈകുന്നേരം കാണാതെ പോയി. അപ്പോൾ അതിനെക്കുറിച്ച് കാണാതെ പോയതിനെക്കുറിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് നോക്കി അന്വേഷിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരാൾക്ക് ബാത്റൂമിൽ നിന്ന് അത് കിട്ടുകയുണ്ടായി. ആൻ്റണി അച്ഛൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അച്ഛാ, യഥാർത്ഥത്തിൽ ഇന്നലെ ഊറാറ ടോയ്ലറ്റിൽ നിന്ന് കാണുകയുണ്ടായി. അത് കണ്ടു കിട്ടിയത് ആരാണ്, എങ്ങനെയാണ് ഇവിടെ നടന്ന സംഭവങ്ങൾ? പല വാർത്തകളും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് വന്നതിനെക്കുറിച്ചൊരു വിശദീകരണം തരാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇവിടെ ഇരിക്കൂർ ഉപജില്ലയുടെ കലോത്സവം നടക്കുകയായിരുന്നു. ഏകദേശം 7500 അടുത്ത കുട്ടികൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രോഗ്രാം സംബന്ധിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. പള്ളിയുടെ മുൻവശത്തും അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയിലും സ്കൂളിൻ്റെ ഗ്രൗണ്ടുകളിലൂടെയും പള്ളിയുടെ പാരിഷ് ഹോളും അങ്ങനെ എല്ലാം സ്റ്റേജുകളൊക്കെ ആയിട്ടും ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി കുട്ടികൾ ഇവിടെ കയറി ഇറങ്ങി നടന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ പള്ളിയുടെ മുറ്റത്തൂടെ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു ഈ സമയങ്ങളിലൊക്കെ തന്നെ. ഇവിടെ ഞങ്ങളുടെ കുമ്പസാരക്കൂട്ടിൽ കിടന്ന ഊറാറ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചാണ് ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കുമ്പസാരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉറവ ഞങ്ങൾ കുമ്പസാരക്കൂട്ടി തന്നെ സൂക്ഷിക്കുക സാധാരണ പതിവ്. അപ്പോൾ അതനുസരിച്ച് അവിടെ സൂക്ഷിച്ചിരുന്ന ഊറാറ അത് മിനിഞ്ഞാന്ന് വൈകുന്നേരം കാണാതെ പോയി. അപ്പോൾ കാണാതെ പോയതിനെക്കുറിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് നോക്കി അന്വേഷിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരാൾക്ക് ബാത്റൂമിൽ നിന്ന് അത് കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു മോശമായ അവസ്ഥയിലേക്ക് അത് കൊണ്ടിട്ടത് ഞങ്ങളുടെ വിശദമായൊരു വസ്തുവിൽ നമ്മൾ കണക്കാക്കുന്ന ഒന്നിനെ സാധാരണ മോശമായിട്ട് കണക്ക് കൂട്ടുന്ന ഒരു ബാത്റൂമിൽ എടുത്തുകൊണ്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഏറ്റവും ദയനീയമായിട്ടൊരു അവസ്ഥയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് ഞങ്ങളുടെ ഇപ്പോൾ ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ മാതാപിതാക്കളുണ്ട്, രക്ഷിതാക്കളുണ്ട്, അതേപോലെ തന്നെ അധ്യാപകരുണ്ട്. ഇങ്ങനെ എല്ലാ ആൾക്കാരും ഉള്ളൊരു സമൂഹമായിട്ട് കാഴ്ചക്കാരുള്ളൊരു സമൂഹത്തിലാണ്. അപ്പോൾ ആരാ എന്താ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആരോ ഇത് വന്ന് എടുത്തുകൊണ്ട് പോവുകയും അത് അവിടെ കൊണ്ട് നശിപ്പിക്കുകയും ചെയ്തു. ഈ കുംസാരക്കൂടി ഇരിക്കുന്ന ഏരിയ CCTVയിൽ ദൃശ്യമാണോ? അതെ, അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? കുമ്പസാരക്കൂടിയിരിക്കുന്ന സ്ഥലം നമുക്ക് CCTVയിൽ ഇരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല. ബാക്കി ഏരിയയിലൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും ഇടയ്ക്ക് പള്ളിയുടെ വരാന്തയിൽ തൂണുകളുണ്ട്. വരാന്തയിലാണ് കുമ്പസാരക്കൂട് കിടക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് തൂണുകളുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഇത് നമുക്ക് കിട്ടത്തില്ല CCTV നോക്കിയിട്ടുണ്ടെങ്കിൽ. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതായിരുന്നു. ഇനി എടുത്തുകൊണ്ട് പുറത്തേക്ക് പരസ്യമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് എടുക്കുന്ന നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്ത രീതിയിലാണ് നമ്മുടെ ഇത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്, CCTV വെച്ചിരിക്കുന്നത്. ഞങ്ങളും പരിശോധിക്കുകയുണ്ടായി. CCTV ദൃശ്യങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിക്കുന്ന മറ്റൊരു പ്രശ്നങ്ങൾ, ഈ കലോത്സവ സമയത്ത് നിസ്കരിക്കുവാൻ വേണ്ടി കുറച്ച് കുട്ടികൾ ഇവിടെ വരികയുണ്ടായി എന്ന് കേട്ടു. പിന്നെ മഠത്തിൽ ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് എന്താണ് നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുറച്ച് കുട്ടികൾ നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇവിടെ ഇത് അങ്ങനെ നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, നിങ്ങളിപ്പോൾ ഇവിടെ സ്കൂള് സംബന്ധമായ കാര്യങ്ങൾ സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയും അവർ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു അധ്യാപനടക്കം കുറച്ച് കുട്ടികൾ മഠത്തിൽ ചെല്ലുകയുണ്ടായി. മഠത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു, അവർക്ക് നിസ്കരിക്കണം അവിടെ നിന്ന് ആവശ്യപ്പെട്ട് ആൾക്കാർ വന്ന് അവരോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവരത് പറ്റത്തില്ല, മഠത്തിൽ അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനമാണ്, അവിടെ ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞെങ്കിലും ആദ്യം അവർ പോകാനായിട്ട് കൂട്ടാക്കിയില്ല. ആ സമയത്ത് മഠത്തിലെ ജൂനിയർ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്റർ മദറിനെ വിളിക്കുകയും മദർ സ്കൂളിലായിരുന്നു. സ്കൂളിൽ നിന്ന് മദർ പോലീസിനെ പറഞ്ഞു വിടുകയും ചെയ്തു. പോലീസ് വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അനാവശ്യ വാക്കുകളൊക്കെ അവർ പറഞ്ഞു. അത് അങ്ങനെ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. അവരവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. പോലീസ് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു പുറത്തേക്ക്. മറ്റ് തരത്തിലുള്ള അതിനൊരു വിഷമമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. എങ്കിലും അവർക്ക് തൊട്ടടുത്ത് തന്നെ പള്ളികളുണ്ട്. 2 പള്ളികൾ തൊട്ടടുത്ത് തന്നെ, ഈ മഠത്തിന് തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട, അവർ ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കേണ്ട, മഠത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തൊരു അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി
വേണ്ടി വന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. അച്ഛാ, ഈ കുമ്പസാരക്കൂടിൻ്റെ ഇവിടെ നിന്നാണ് അവർ ആരാണോ കൃത്യം ചെയ്ത ആൾ ഊറാറ എടുത്തുകൊണ്ട് പോയി ടോയ്ലറ്റിൽ കൊണ്ടുപോയി അധിക്ഷേപിച്ചത്. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ, എങ്ങനെയാണ്? ഇതാണ് ഞങ്ങളുടെ ഊറാറ ഇതാണ്. ഇത് വിശുദ്ധ വസ്തുവായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നതാണ്. ഞങ്ങളുടെ ഔദ്ധേയമായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ കുമ്പസാരത്തിന് സമയത്ത് ഞങ്ങൾ ഇത് ഇത് ഇട്ടിട്ടാണ് കുമ്പസാരിപ്പിക്കുക. ഈ ഊറാറ ഇട്ടിട്ടാണ് കുമ്പസാരിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഇത് കുമ്പസാരക്കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അവിടെ തന്നെ സൂക്ഷിക്കുക സാധാരണ രീതിക്ക്. അത് വേണമെങ്കിൽ ഇങ്ങനെ മടക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ചെറുതായിട്ട് മടക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ മടക്കി എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതകളുമുണ്ട്. അത് പരസ്യമായിട്ട് എടുത്തുകൊണ്ട് പോകണമെന്നില്ല, അങ്ങനെ എടുത്തുകൊണ്ട് പോകാവുന്നതുമാണ്. എങ്കിൽ നമ്മൾ സാധാരണതയ്ക്ക് ഉപയോഗിക്കുന്നത് കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇത് പഴയതല്ല, ഇത് പുതിയത് ഇപ്പം വേറെ മാറ്റി വെച്ചിരിക്കുന്നതാണിത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം നോക്കിക്കാണേണ്ടതാണ്. ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സത്യമായി നമ്മളോട് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛന് ഒരുപാട് ഷെക്കിന ന്യൂസിൻ്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഷെക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ജോണിനൊപ്പം അമലായി ടോം, കണ്ണൂർ.